നമസ്കാരം. എൻ്റെ സുഹൃത്ത് ജോൺ മുണ്ടക്കയത്തിൻ്റെ ഒരു FB പോസ്റ്റ് കണ്ടിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ ഈ തുടരും സിനിമ കണ്ടതിന് ശേഷം ഇട്ട ഒരു കുറിപ്പാണ്. അതൊരു വളരെ ഒരു ദുരനുഭവം എന്നുള്ളൊരവസ്ഥയിലാണ് അദ്ദേഹം ആ പോസ്റ്റ് ഇട്ടത്. അത് കണ്ടുകൊണ്ട് മാത്രമാണ് എൻ്റെ ശ്രീമതി ഞാനും കൂടെ സിനിമയ്ക്ക് പോകാനായിട്ട് തയ്യാറെടുക്കാൻ തുടങ്ങിയ സമയത്ത് അതിൽ നിന്ന് പിന്മാറിയത്. ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിലേക്കുള്ള യാത്രാ സമയ ലാഭവും അതോടൊപ്പം തന്നെ സാമ്പത്തിക ലാഭവും അതുകൊണ്ടുണ്ടായി എന്നുള്ളതൊരു ചെറിയ കാര്യമാണ്. പക്ഷേ ഇപ്പോൾ OTT-യിൽ ഈ തുടരും സിനിമ ലഭ്യമാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ജോൺ പങ്കുവച്ച ഒരു വൈകാരികതയുമായിട്ട് ഇത്ര ഭീകരമാണ്, ഇത്ര ഒരു വർണ്ണിക്കാൻ നമുക്ക് വാക്കുകളില്ലാത്ത രീതിയിലാണ്. ഇത് ഒരു വൈകൃതമാണ്, ഒരു ഒരു വിഷ്വൽ പെർവേർഷനായിട്ട്, ഒരു ദൃശ്യ വൈകൃതമായിട്ട് മാത്രമേ ഈ തുടരും സിനിമയെ നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയുകയുള്ളൂ. എന്തുകൊണ്ട് മോഹൻലാലിനെ പോലെ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന, ഇന്ന് ലോക സിനിമയിൽ പോലും ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു നടനായിട്ടാണ് ഞാൻ മോഹൻലാലിനെ കാണുന്നത്. അത് അങ്ങനെയാണ് എന്ന് ഞാൻ ഉറച്ച് എൻ്റെ അനുഭവത്തിൽ നിന്ന്, എൻ്റെ ആസ്വാദനത്തിൽ നിന്ന് ഞാൻ ഉറപ്പിക്കുകയും ചെയ്യുന്നു. കാര്യം അദ്ദേഹത്തിൻ്റെ വളരെ സട്ടിലായിട്ടുള്ള അഭിനയ ശേഷിയും ഒക്കെയാണ്, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ മോഹൻലാലിനെ പോലുള്ള ഒരു നടൻ, കേരള സമൂഹവുമായിട്ടൊക്കെ വളരെ അടുത്ത് സംവദിക്കുന്ന ഒരു നടൻ, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സിനിമ മലയാളികളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ അദ്ദേഹം തയ്യാറായി എന്നുള്ളത് എമ്പുരാൻ സിനിമയുടെ സമയത്ത് പോലും നമുക്ക് സംശയം തോന്നിയതായിരുന്നു. ഈ തുടരും സിനിമയിൽ ഈ എമ്പുരാനിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തൊക്കെയോ മോഹൻലാലിൻ്റെ കഴിവുകളെ പ്രകാശിപ്പിക്കാൻ അവസരം ഒരുക്കുന്നതൊക്കെയാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്ന തള്ള്, ഇപ്പോഴത്തെ പുതിയ ഭാഷ പറഞ്ഞ തള്ള് കണ്ട്, ആ തള്ളാണ് നമ്മളെയൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിന് പോകാൻ പ്രേരിപ്പിച്ചതുപോലെ. അപ്പം ഇനി മേലാൽ ഒരിക്കലും ഇങ്ങനെ ഒരു തള്ള് കണ്ടൊരു സിനിമയ്ക്ക് ഇറങ്ങിത്തിരിക്കുന്ന പ്രശ്നമില്ല എന്നും, ഈ തള്ളുകളെ നമ്മൾ ഒരു കാരണവശാലും അതിന് അംഗീകരിക്കാൻ പാടില്ല എന്നുള്ളൊരു നല്ല പാഠവും നമുക്ക് ഇതിൽ നിന്ന് കിട്ടി. എന്തുകൊണ്ടാണ് ഈ കേരള സമൂഹത്തിൽ ഇത്രയധികം വൈകൃതങ്ങൾ നിലനിൽക്കുക എന്നുള്ളത് ഈ സിനിമ കാണുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വ്യാപ്തി മനസ്സിലാവുന്നത്. കാരണം ആ സിനിമ കാണുമ്പോൾ ആ സിനിമ കേരളത്തിൽ വൻ വിജയം നേടുകയും ഇതിൻ്റെ സംവിധായകനൊക്കെ എന്തോ ഒരു ഓസ്കാർ പുരസ്കാരം ലഭിക്കാവുന്ന രീതിയിലുള്ള ഒരു മഹത്തായ കൃതി ചെയ്തതായിട്ടുള്ള അഭിമുഖങ്ങളും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും ചില രംഗങ്ങളെ കുറിച്ചിട്ടുള്ള സംഗതികളൊക്കെ കണ്ടപ്പോൾ ഞാൻ അത്രയും വലിയ ഉദാത്തമായൊരു സിനിമയായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. വയലൻസ് ഒക്കെ ഉണ്ടാവുമെന്നുള്ളത് നേരത്തെ അറിയുകയും ചെയ്തെങ്കിലും, പക്ഷേ ഇത് സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായത് കേരള സമൂഹം ഇന്ന് വളരെ ഒരു ഗുരുതരമായ ഒരു അവസ്ഥയിൽ ആസ്വാദനം എന്ന് പറയുന്നു, വയലൻസിനെ ആസ്വദിക്കുന്ന, ക്രമാതീതമായിട്ട് ആസ്വദിക്കുന്ന ഒരവസ്ഥയിലേക്ക് കേരള സമൂഹം മാറിയിരിക്കുന്നുള്ളതാണ്. അപ്പോൾ ഒരു സംഗതി ആസ്വദിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഏറ്റുവാങ്ങും, നമ്മൾ വയലൻസിനെ അല്ലെങ്കിൽ ആ ഹിംസയെ നമ്മൾ സ്വീകരിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ചില വാർത്തകളൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ ചോദിക്കുന്നു, മലയാളിക്ക് എന്ത് പറ്റി, എന്ത് സംഗതി, എങ്ങനെ വിശ്വസിക്കാൻ കഴിയും, ഞെട്ടിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ ആരും അങ്ങനെയുള്ള സംഗതിയിൽ ഞെട്ടാൻ പോകുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു പ്രണയം നിഷേധിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രണയം അവസാനിപ്പിക്കുന്ന ഒരു പെൺകുട്ടിയെ നമ്മളുടെ മലയാളി യുവാക്കൾ കത്തി കൊണ്ട് കുത്തിയും അതല്ലെങ്കിൽ പെട്രോൾ ഒഴിച്ച് ചുട്ടും ബ്ലേഡ് വെച്ച് കീറിയും ഒക്കെ കൊല്ലുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ഈ തുടരും സിനിമയും അതിൻ്റെ വിജയവും കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഇത് മലയാളിയുടെ, ഇപ്പൊ തുടരും സിനിമയുടെ തിരക്കഥാകൃത്തും സംവിധായകനും അതിനോട് ബന്ധപ്പെട്ട എല്ലാവരും തന്നെ നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമാണ്. ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു ആസ്വാദന ഒരു ഘടകത്തെ അതിനെ അവലംബിച്ചവർ ആ സിനിമയെ വിജയിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമ യാതൊരു വലിയൊരു പുതുമയോ അതല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷനോ അല്ലെങ്കിൽ ഒരു സസ്പെൻസോ ഒന്നും തന്നെ പ്രകടമാക്കുന്നൊരു സിനിമയുമല്ല. ഒരുവിധമായ ഒരു ഗുണവും നമുക്ക് എടുത്തു പറയാൻ പറ്റാത്തൊരു സിനിമയാണ്. മാത്രമല്ല മോഹൻലാലിൻ്റെ കണ്ടുപഴകിയ അഭിനയങ്ങൾ, അതുമാത്രമല്ല അതുപോലും അദ്ദേഹത്തിന് പോലും പലപ്പോഴും ഈ ഒരു വിരസത അഭിനയത്തിൽ അനുഭവിക്കുന്നത് നമുക്ക് തോന്നിപ്പോകുന്നു. അപ്പൊ ഇത് കേരള സമൂഹത്തിന്റെ ഇന്നത്തെ ആസ്വാദനക്ഷമതയെയും ഈ ഹിംസയെയും ഒക്കെ, വീടുകളിലെ ഹിംസാത്മകതയാണെങ്കിൽ എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെയുള്ള ഹിംസാത്മകമായ അന്തരീക്ഷത്തിൽ വളരുന്ന കുട്ടികൾ ലഹരിയിലേക്ക് പോകുന്നു, അതേപോലെ തന്നെ നമ്മളെ മാധ്യമങ്ങളിലേക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഈ ഹിംസയുടെ ഒരുതരം പ്രകടനങ്ങളാണ് പല രീതിയിൽ കാണിക്കുന്നത്. അപ്പൊ ഇന്ന് കേരള സമൂഹം നേരിടുന്ന വൈകൃതത്തിന്റെ
ഒരു വൈകൃതത്തെ ആസ്വദിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഒരു ഏറ്റുവാങ്ങൽ, അതല്ലെങ്കിൽ അതിനെ ചുമലിലേറ്റലാണ് ഈ തുടരും സിനിമയ്ക്ക് മലയാളി സമൂഹം കൊടുത്ത വൻ വിജയം എന്ന് വേണം കരുതാൻ.